എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞടുക്കളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ദാ വന്നിരിക്കുന്നത് പാചക വിശേഷങ്ങളായിട്ടൊന്നുമല്ല കേട്ടോ. ഇപ്പം നമ്മുടെ നാട്ടിൽ പാടത്തൊക്കെ വെള്ളമായി, അപ്പോൾ കുറച്ച് മീൻ പിടിക്കൽ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ദാ എന്തായാലും വലയിടാനായിട്ട് തീരുമാനിച്ചു. നമ്മൾ വലയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല നീളമുള്ള നമ്മൾ സാധാരണ കായലിൽ അല്ലെങ്കിൽ വേമ്പനാട്ട് കായലിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ നീളമുള്ള വലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 300-400 മീറ്ററോളം നീളം വരുന്ന വലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്നും മുള കൊണ്ടൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. കാരണം മീനൊക്കെ ഉണ്ടെങ്കിൽ ഓടി വലയിലേക്ക് കയറാനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടാവുമല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോസ് ഇട്ട് കൊടുക്കുന്നത്. എന്താ നമ്മളിതാ നല്ല നീളത്തിൽ നല്ലൊരു പരിധിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയമായപ്പോഴത്തേനും നമ്മൾ അതൊന്ന് എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാണ്ടേ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശകലമൊക്കെ ഇടാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ നമ്മൾ നമ്മുടെ കായലിൽ കാണുന്ന മുരശ് നമ്മുടെ പാടത്ത് അങ്ങനെ കാണാറില്ലാത്തതാണ്. പക്ഷേങ്കിൽ ഈ പ്രാവശ്യം മുരശ് നമ്മുടെ പാടത്തൊക്കെ വന്നു എന്നറിഞ്ഞുകൊണ്ടാണ് ഇത്ര നീളത്തിൽ കായലിലേക്ക് ഇടുന്ന വല്ല നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദാണ്ടേ മുരശ് മീൻ കൂട്ടിയിട്ടുള്ളവർക്കറിയാലോ, വളരെ ടേസ്റ്റാണ്. അപ്പോൾ ആ നീളത്തിൽ കാണുന്ന മീനാണ് കേട്ടോ മുരശ്. അല്ലാതെ നമുക്ക് ഈ വലയിൽ സാധാരണ നമുക്ക് വയമ്പ് കിട്ടാറുണ്ട് നന്നായിട്ട്. അപ്പോൾ എന്തൊക്കെയായാലും വളരെ സന്തോഷം, മുരശൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. നമുക്ക് സാധാരണ നമ്മുടെ ഈ സ്ഥലത്തൊക്കെ വെള്ളമൊക്കെ കയറി വരുമ്പോഴത്തേക്കിനും സാധാരണ ആൾക്കാർക്കൊന്നും ജോലിയില്ലാതെ ശരിക്കും ഒരു ഭാരപ്പെടുന്ന അവസ്ഥയാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇതുപോലുള്ള കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിഭവസമൃദ്ധമായിട്ട് കഴിഞ്ഞുകൂടാം കേട്ടോ. അപ്പോൾ അതാണ്ടേ മുരശ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തരാതരത്തിൻ്റെ മീനുകളൊക്കെ നമുക്ക് ഈ സമയത്ത് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കിട്ടുമ്പോഴത്തേക്കിനും നമ്മൾ സാധാരണ വെട്ടി ഉണങ്ങാറുണ്ട്. പക്ഷേങ്കിൽ ഇപ്രാവശ്യം നമുക്കതിനൊന്നും സാധിച്ചില്ല. ശരിക്കും മഴയല്ലേ, അത് കാരണം കൊണ്ട് നമുക്ക് ഇതൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വല പൊക്കലങ്ങ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ്ട് മീനും നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്ട് ഏകദേശം കണ്ടോ, എന്നിട്ടും തീരുന്നില്ല കേട്ടോ. വളരെ നീളത്തിൽ ആ വല കിടക്കുന്നുണ്ട്. അപ്പോൾ അതാണ്ട് നന്നായിട്ട് നമുക്കതിനകത്ത് മീനൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും മുരശ് കിട്ടി, പിന്നെ വയമ്പും കിട്ടി, പിന്നെ മുരശിനോട് സാമ്യമുള്ള കോല എന്നൊരു മീനും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇത് ഫ്രഷായിട്ടല്ലേ കിട്ടുന്നത്. അപ്പോൾ അതിനൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് വല വലിക്കൽ ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷമായി, വല നിറയെ മീൻ കിട്ടിയതിനൊരു സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വലയിടൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അതാണ്ട് ഫൈനലായിട്ട് നമുക്ക് ഇത്രയും മീനാണ് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷം. അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.